Thailand. Saduk ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. കച്ചവടം കൊടിപ്പൂരം. എല്ലാവരും ബിസിനസ്സായിട്ട് ഭയങ്കര മുന്നോട്ട് പോകണം. ഇത് ഭയങ്കരമായിട്ട് ഇത് ഉച്ചവരെ ഈ ഒരു ഓളം തുടരും. ഇത് എല്ലാ ദിവസമുള്ള മാർക്കറ്റാണ്. ഇത് വീക്കെൻഡ് മാത്രമല്ല, എവറി ഡേ മാർക്കറ്റ്. പക്ഷെ രാവിലെ തുടങ്ങും, 6 മണിക്ക് തുടങ്ങും. വെള്ളമാണെങ്കിൽ കലങ്ങിയ വെള്ളമാണ്, ചെളി വെള്ളം മാതിരി ഇരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ആലോചിച്ച് വാട്ടർ വേ ആണ്. ഇത് മാത്രമേ ഉള്ളൂ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനകത്ത് കൂടി ഇങ്ങനെ സഞ്ചരിച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. രസമില്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതാണ് എനിക്കിഷ്ടമായി. ഇതാ കുറേ ആൾക്കാർ, നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാർ, ഈ വരുന്നവരെല്ലാം തായ്ലൻഡ് കാണാൻ വരുന്നവരെല്ലാം, ഈ ഫോറിനേഴ്സ് എല്ലാവരും ഇതുപോലെ കണ്ടുപോകും. ആ സൈഡിലും ഈ സൈഡിലും എല്ലാ ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു രസമാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ധാരാളം ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്ത് നമുക്ക് സൂക്ഷിക്കാം, നമ്മുടെ തായ്ലൻഡ് വിശേഷങ്ങളുടെ ഭാഗമാക്കാം. അപ്പോൾ നമ്മൾ ആ തിരക്ക് പിടിച്ച ഭാഗത്തു നിന്നും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മെയിൻ സെൻറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചുള്ള റിട്ടേൺ ജേർണിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇപ്പോൾ മാർക്കറ്റ് ഏരിയ കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ, അവിടെ ഒരു 5 മിനിറ്റ് നമ്മളെ ഇറക്കും. അവിടെ പോയി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് മീനിന് ഭക്ഷണം കൊടുക്കാം. വീണ്ടും നമ്മൾ വെള്ളത്തിൽ കയറി യാത്ര തുടരും. അതിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്നാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. സാധാരണ എല്ലാ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ ഇങ്ങനെ ബെൽസ്, ചാൻറ്റിങ് മന്ത്രാസാണ് സാധാരണ. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോകുന്ന മന്ത്രാസ് ഉണ്ടാകും. ഇത് ബെല്ലിൻ്റെ ആകൃതിയിലാണ്.
വാട്ട് ബ്രോക്ക് ചറിയോൺ എന്നാണ് ഈ ബുദ്ധ ടെമ്പിളിൻ്റെ പേര്. ബുദ്ധ ഗോഡാണ് ഇവിടെ. ബുദ്ധിസമാണ് ഇവിടുത്തെ പ്രധാന റിലിജ്യൻ. അതുകൊണ്ട് തന്നെ സാമ്പ്രാണി, വിളക്ക് ഇതെല്ലാം കത്തിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര റെവറൻസ് ആൻഡ് റെസ്പെക്റ്റ് ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ കാണിക്കണം. ഇവിടെ ബർത്ത്ഡേ ലോട്ടസ് കാൻഡിൽ എന്ന് പറഞ്ഞിട്ട് കാൻഡിൽ ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വാട്ട് ബ്രോക്ക് ചോറനിലെ. അപ്പോൾ നമ്മുടെ എല്ലാ ബാഡ് ലക്കും പോയി ഗുഡ് ലക്ക് വരും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലെ കാൻഡിൽ ഇവിടെ. ഇത് ബർത്ത്ഡേ കാൻഡിലാണ്. ഇത് ബുദ്ധയുടെ അവിടെ നമ്മളൊരു ഓഫറിങ് പോലെ നമ്മുടെ ഒരു പ്രാർത്ഥനയോടുകൂടി. ഇതൊരു വൈറ്റ് ലോട്ടസാണ് ഞാൻ കൊടുത്തത്. ഇങ്ങനെ കൊടുത്താൽ ഈ ബുദ്ധ ഇമേജിലേക്ക് നമ്മൾ പ്രാർത്ഥനയോട് പോയിട്ട് റിമൂവ്സ് വൺസ് ബാഡ് ലക്ക്, ടൺസ് ഓഫ് ലക്ക്. നമ്മുടെ കഷ്ടകാലം മാറി നല്ല കാലം വരും എന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല ഗുണങ്ങൾ, ഒരുപാട് ലക്ക്, ഭാഗ്യം, കഷ്ടകാലം പോവുകയും ചെയ്യും. ഫിഷിനുള്ള ഫീഡ് വാങ്ങുന്നു, അത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് അടുത്ത ഇവിടുത്തെ ഒരു നേർച്ച പോലെ മീനിന് ഭക്ഷണം. എന്തോരം മീനാണ് ഇത്! ഇഷ്ടം പോലെ ഇഷ്ടമാണ്. ഫിഷ് ഫീഡ് ചെയ്യാനും വേണ്ടി ഉണ്ട് ഇവിടെ. ഓഹോ, ഇനിയിത് വെള്ളമൊക്കെ തെറിപ്പിച്ച് തുടങ്ങും. ഇപ്പോൾ ഒന്ന് സമാധാനമായി. ആവശ്യം പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എന്തോരം ഭക്ഷണം കിട്ടുന്നതെന്നറിയോ ഈ മീൻ. എത്ര ആൾക്കാർ വരുന്നവരെല്ലാം കൊടുക്കും. പക്ഷേ എണ്ണത്തിലും ഒരുപാടുണ്ട്. അവർക്ക് എത്ര കിട്ടിയാലും തികയില്ല. ധാരാളം. ആയിരക്കണക്കിനൊന്നും അല്ല, ഇപ്പോൾ ലക്ഷക്കണക്കിന് മീൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹിസ്റ്ററി ഓഫ് ലോങ് പോ ഡാങ്. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലോങ് പോ ഡാങ് പ്ലേസ്ഡ് അറ്റ് വാട്ട് ബ്രോക്ക് ചാരൺ. ഈ അമ്പലത്തിൻ്റെ പേരാണ് വാട്ട് ബ്രോക്ക് ചാരൺ. ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്യൂയുടെ പേര് ലോങ് പോ ഡാങ്. ഈ ഭഗവാൻ ഈസ് എ സ്റ്റാച്യൂ ഓഫ് ബുദ്ധ വിച്ച് ഇസ് നോട്ട് റീപ്രൊഡ്യൂസ് ഫ്രം അതർ ബുദ്ധ സ്റ്റാച്യൂ. വേറൊരു സ്റ്റാച്യൂ റീപ്രൊഡ്യൂസ് ചെയ്തതല്ല, അല്ലാണ്ട് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഫ്രം എ ഫൈൻ റെഡ് സ്റ്റോൺ ഇൻ ദ പോസ്ചർ ഓഫ് മെഡിറ്റേഷൻ. ഒരു റെഡ് സ്റ്റോണിൽ മെഡിറ്റേഷൻ്റെ പോസ്ചറിലാണ് ഈ ബുദ്ധ വിഗ്രഹം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് നീ ഇടത്തെ മുട്ട് മുതൽ വലത്തെ മുട്ട് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. ആ ഒരു ഹൈറ്റ്, ആ ഒരു ലെങ്ത് ആൻഡ് ഹൈറ്റ് ഈസ് 125 സെൻറ്റിമീറ്റേഴ്സ്. പിന്നെ സ്റ്റാച്യു ഈസ് പ്രോബബ്ലി മോർ ദാൻ 800 ഇയേഴ്സ് ഓൾഡ്. 800 വർഷം പഴക്കമുള്ള സ്റ്റാച്യു ആണ്. ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു കണക്ക് പ്രകാരം ഇത് 800 വർഷം പഴക്കമുള്ള ബുദ്ധ വിഗ്രഹമാണ്. ആൻറ്റിക് പ്രോപ്പർട്ടി ഓഫ് തായ്ലൻഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ലോങ് പോ ഡാങ് വിഹാരയിലാണ് ഈ ബുദ്ധ സ്റ്റാച്യു നിലനിൽക്കുന്നത്. വാട്ട് ബ്രോക്ക് ചാരൺ. രണ്ട് കാര്യങ്ങൾ. ഈ ബുദ്ധ വിഗ്രഹത്തിന് പേര് മാറ്റി കൊടുക്കാൻ തീരുമാനമായി. ബുദ്ധ സ്റ്റാച്യൂയുടെ പേര് ലോങ് പോ ഡയങ് എന്നാക്കി കഴിഞ്ഞു. എന്ത് കാര്യമെന്ന് വെച്ചാൽ കാരണങ്ങൾ ഇതാണ്. ഡയങ് എന്ന് പറഞ്ഞാൽ റെഡ്, സ്റ്റാച്യു റെഡ് സ്റ്റോണിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഡയങ് എന്ന പേര്.
പിന്നെ 1959 വോട്ട്രോക്ക് ചരണിലെ ഒരു സന്യാസി പിന്നെ അവരുടെ കമ്മിറ്റിയാണ് ഒരു ഓർഡിനേഷൻ ഹാൾ നിർമ്മിച്ചത്. അന്ന് അവർ പറഞ്ഞിരുന്നു ഡൊണേഷൻസിന് ചോദിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ സ്റ്റാച്യുവിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു സ്റ്റാച്യുവിനെ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഹോളിയസ്റ്റ് ബുദ്ധ സ്റ്റാച്യു റച്ചൻപുരി എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഹോളിയസ്റ്റ്, ഏറ്റവും പവിത്രമായ ബുദ്ധ സ്റ്റാച്യു ആയിട്ടാണ് കണക്കാക്കുന്നത്, ലോങ് പോ ഡയങ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരികയും പ്രാർത്ഥിക്കുകയും വിഷസ് ഫോർച്യൂണിന് വേണ്ടി, ഭാഗ്യത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് പ്രാർത്ഥനകളോടുകൂടി ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ പല ആൾക്കാരും നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട്, ലോസ്റ്റ് ബിലോങ്ങിങ്സ്, എന്തെങ്കിലും വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയുമായി ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നഷ്ടമുതലുകൾ തിരിച്ചു കിട്ടുമെന്നും പറയുന്നു. അങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ വർഷം തോറും മാർച്ച് മാസങ്ങളിലാണ് ഇവിടുത്തെ ആനുവൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ വാട്ട് പ്രോ ചരൺ, ഇവിടുത്തെ ബുദ്ധ സ്റ്റാച്യൂയുടെ പേര് ലോങ് പോ ഡയങ്. വളരെ പവിത്രമായ 800 വർഷം പഴക്കമുള്ള സ്റ്റാച്യു ആണ്. ഒരുപാട് ശക്തിയുള്ള സ്റ്റാച്യു ആണ്. ഭഗവാനാണ് ഇവിടുത്തെ ബുദ്ധൻ. വന്ന് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സാധിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. ഞാനെന്തായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കഷ്ടകാലമൊന്നും വരരുത്, എല്ലാവർക്കും നല്ലത് വരണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരു ചെറിയൊരു ലോട്ടസ് മെഴുകുതിരി അവിടെ കത്തിച്ചിട്ടുമുണ്ട്. ലോങ് ടെയിൽ ബോട്ട് നല്ലോണം ഒലഞ്ഞു പോവാണ്, ആടി ഒലഞ്ഞ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇത്രയും സ്പീഡിലല്ല, കാര്യം നമ്മൾ കാഴ്ചകൾ കണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ തിരിച്ച് വേറെ റൂട്ടിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ അങ്ങനെ കാഴ്ചകൾ കാണാനില്ല, നമ്മൾ പെട്ടെന്ന് പോവാണ്. തെങ്ങൻതോപ്പിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് യാത്ര ഇപ്പോൾ. അല്ലെങ്കിലും അങ്ങനെയാണ്, രണ്ട് സൈഡിലും വെജിറ്റേഷനാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ തോട് പോലെ ഈ കനാൽ ഇങ്ങനെ പോകുന്നത്. റിവർ കനാലാണ്. ഇത് രസമായിരിക്കണമെന്നല്ല ചോദിച്ചു. ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ പണ്ടും ഇവരിങ്ങനെ തന്നെയാണ്, ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളാണല്ലോ ഈ ഭാഗത്തെല്ലാം. അപ്പോൾ അവരെല്ലാം എങ്ങനെയാണ്, അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് മോൾഡഡായി. അവരുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുണ്ടാകുന്ന ഒരു കൾച്ചറാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. പിന്നെ നമ്മളെപ്പോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമുക്കെല്ലാം ഒരു കൗതുക കാഴ്ചയാണ്. എല്ലാവരും വരുന്നു, അത് കാണുന്നു. അപ്പോൾ ഇത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരിതൊരു ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് കുറച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നു, വള്ളങ്ങൾ ധാരാളം വരുന്നു, കൊണ്ടുവരുന്നു. അപ്പോൾ കുറച്ച് കമേഴ്ഷ്യലായി. അപ്പോൾ അവർക്ക് നല്ല ജീവിക്കാൻ അറിയാം, നല്ല കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് സാധാരണയിൽ നിന്നും ഡബിൾ ചാർജ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ ഓഫ് സീസൺ സമയത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. സീസണാണെങ്കിൽ ഇങ്ങനെയല്ല ഇവിടുത്തെ തിരക്ക്. സീസൺ എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ സമയത്താണ്. ജൂൺ, ജൂലൈ മഴക്കാലമാണെന്നാണ് സപ്പോസ് ടു ബി റെയിനി സീസൺ. അത്രയും സീസൺ അല്ല എന്ന് പറയും. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇപ്പോഴും തിരക്കൊക്കെ ഉണ്ട് ആൾക്കാരുടെ. പക്ഷേ ഇതൊന്നും അല്ല തായ്ലൻഡിൻ്റെ തിരക്ക്. വൻ തിരക്കാണ് സാധാരണഗതിയിൽ സീസണിൽ. ആ സീസണിൽ വന്നാൽ അപ്പോൾ ഹോട്ടൽസിനൊക്കെ റൂംസിന് ചാർജ് കൂടും,
ഈ കണ്ടക്ടർ ടൂർസ് എല്ലാത്തിനും പൈസ കൂടുതലായിരിക്കും. ഓഫ് സീസണിൽ വന്നാൽ എല്ലാം കുറച്ച് ഡിസ്കൗണ്ടഡ് റേറ്റിന് കിട്ടും. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാം. നമ്മുടെ ഒരു ഷോർട്ട് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തും. മാർക്കറ്റിൻ്റെ മെയിൻ സെൻറ്ററിലെത്തി. ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. ഈ ഭാഗത്തെല്ലാം മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ബോട്ടിനകത്ത് തന്നെയാണ് എല്ലാ കച്ചവടവും നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ആൾക്കാർ. ഞാനിപ്പോൾ എൻ്റെ ബോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുവാണ്. കാര്യങ്ങൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ്, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെ കഴിക്കാനുള്ള സ്നാക്ക് ഐറ്റംസ്, മെയിൻ ഫുഡ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ മെയിൻ ഏരിയയിലും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും, നമ്മൾ വന്ന വഴിക്ക് മുഴുവൻ ബിസിനസ്സുകാരെ കണ്ടു. മെയിൻ ഏരിയയിൽ വന്നു കഴിഞ്ഞാലും ഫുൾ ബിസിനസ്സാണ്. പ്ലസ് ഇവിടെ പിന്നെ എന്താ പറയുക, അല്ലാതെ ഷോപ്സും ഉണ്ട് ഈ സൈഡിലെല്ലാം. പിന്നെ ഇവിടെ വരുന്നവർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഈ മെയിൻ സെൻറ്ററിൽ വരിക, എന്നിട്ട് ഇവിടുന്ന് ഒരു ബോട്ട് പിടിക്കുക. അതാണ് കുറച്ചുകൂടി ലാഭം. ഇവിടുന്ന് ആകുമ്പോൾ ഒരു 400 ബാട്ട് മുടക്കിയാൽ ഒരു ബോട്ട് കിട്ടും. എത്ര പേർക്ക് വേണമെങ്കിലും അതിൽ പോകാം. 1 അവർ കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് 400 ബാട്ടേ ആവുള്ളൂ. അതല്ലാണ്ട് ടിക്കറ്റ് എടുത്ത് പ്രൈവറ്റായിട്ട് വരികയാണെങ്കിൽ വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുനിന്ന് കയറുകയാണെങ്കിൽ 3000 ബാട്ടൊക്കെ ഒരാൾക്ക് ഇത്ര രൂപ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും. എന്നിട്ട് അവർ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയും ചെയ്യും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പക്ഷേ ഡയറക്റ്റായിട്ട് ഈ മാർക്കറ്റിലേക്ക് വരിക, മെയിൻ മാർക്കറ്റിൽ. അങ്ങനെ ഡോൺ മിയോൺ സെഡോക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് യാത്ര കഴിഞ്ഞ് തിരിച്ച് എത്തി. ഇനി കാറിൽ കയറുന്നു, ഇവിടെ നിന്ന് മുന്നോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന തായ് ഡിഷ് എന്ന് പറയുന്നത്, തായ് വിഭവം ഫ്രൈഡ് ബേസിൽ ലീവ്സ് വിത്ത് ചിക്കൻ. ഓക്കെ, ഫ്രൈഡ് ബേസിൽ ലീവ്സ് വിത്ത് ചിക്കൻ എന്ന് പറയുമ്പോൾ ബേസിൽ ലീവ്സ് നമ്മുടെ തുളസി ഇലയാണ്. ഇത് രാമ തുളസി, ഇത് സാധാരണ തുളസി ഇല. ഇതിനകത്ത് പിന്നെ ചേർക്കുന്ന കാര്യങ്ങൾ ക്യാരറ്റുണ്ട്, കാന്താരി മുളക് പോലെ അത്ര എരിവുള്ള ഒരു മുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ നീളമുള്ള പയർ, സവാള, ഇത്രയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ പീസസ്. ഇത് ഒരു പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇച്ചിരി എണ്ണ, ആദ്യം ചിക്കൻ എണ്ണയിലേക്കിട്ട് ചിക്കൻ്റെ ചെറിയ പീസസ്, ബോൺലെസ്, എല്ല് മാറ്റിയ ചിക്കൻ. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ തന്നെ ചിക്കൻ ഏതാണ്ട് വേകും. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, നീളമുള്ള പയർ, പിന്നെ നല്ല എരിവുള്ള മുളക്, കാന്താരി മുളക് രണ്ടായിട്ട് സ്പ്ലിറ്റ്. ഇവിടെ നല്ല എരിവുള്ള ബേർഡ് ചില്ലി കിട്ടും. പിന്നെ സവാള, ഇത്രയും പീസസ്. ഓയിസ്റ്റർ സോസ് ചേർത്ത് കുറച്ച് ഇനി സോയാ സോസ് കുറച്ച് ചേർത്ത്, കുറച്ച് സോയാ സോസ്, ഇനി കുറച്ച് പഞ്ചസാര, ഷുഗർ, അജിനോമോട്ടോ, അത് കുറച്ചേ ചേർക്കുന്നുള്ളൂ. സോയയും ലൈറ്റ് സോയയുമാണ് ചേർത്തത്. ഓക്കെ, ഇനി കുറച്ച് വെള്ളം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്തു കണ്ടല്ലോ. അപ്പോൾ ഇതിൽ അജിനോമോട്ടോ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അവസാനം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു. ഇതെല്ലാം പെട്ടെന്ന് തന്നെ വേകുന്ന കാര്യങ്ങളാണ്. ഇവർക്കിതെല്ലാം പെട്ടെന്ന് വേഗം. അതുപോലെ ഒരുപാട് വെന്ത് കുഴഞ്ഞ് അങ്ങനെയല്ല കഴിക്കുന്നത്. ഒരു 3/4 കുക്ക് ആകാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സ്വാദ്. മീറ്റൊക്കെ വേഗം, പക്ഷേ ഈ വെജിറ്റബിൾസൊക്കെ ആ കളർ പോകരുത്. ഇനി ലാസ്റ്റ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ബേസിൽ ലീവ്സ് ധാരാളമായിട്ട് ഇടും. അതിൻ്റെ ഫ്ലേവറാണ് ശരിക്കും മുന്നിട്ട് വെക്കുന്നത്. സംഗതി റെഡി ആയി കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് ബേസിൽ ലീവ്സ് വിത്ത് ചിക്കൻ കറി, അതും റെഡി. അങ്ങനെ ഒരുപാട് ഗ്രേവി അല്ല, ഒരു സൂപ്പ് മാതിരി ഇച്ചിരി ഒരു ലൂസായിട്ട്
ഇതെല്ലാം കാണുന്നത് എന്ത് എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നു. സ്വാദാണെങ്കിലോ അതിഗംഭീരവുമാണ്. എല്ലാ തായ് ഡിഷസിലും അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. കാണുമ്പോൾ എന്ത് എളുപ്പമല്ലേ ചെയ്യുന്നത്, പക്ഷേ കുഴപ്പമില്ല, കറക്റ്റ് ബാലൻസിങ് ആണ്. എരിവുണ്ടാകും, മധുരമുണ്ടാകും, പുളിയുണ്ടാകും. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് വരുന്നതെന്ന് വെച്ചാൽ എരിവ്, പുളി, പിന്നെന്താ സ്വീറ്റ്നെസ്, മധുരം, ഇതെല്ലാം ബാലൻസ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി. ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഒരു പോർഷനാണ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ ആൻഡ് ഫ്രൈഡ് ബേസിൽ ചിക്കനും തുളസി ഇലയും കൂടി ചേർന്നൊരു കോമ്പിനേഷൻ അതിഗംഭീരമായിട്ടുണ്ട്. നല്ല എരിവും പുളിയും എല്ലാം വരുന്നുണ്ട്. നൈസ്. ഇതും ഒരു സൈഡ് ഡിഷ് മതി. റൈസ്, ഇവർക്ക് റൈസ് ഒരു പ്രധാന ഐറ്റമാണ്. ഒരു വൈറ്റ് റൈസ് വേവിച്ച് നന്നായിട്ട് വെന്തതായിരിക്കും, അതും സൈഡിലൊരു കാര്യം. പിന്നെ പറ്റെങ്കിലും ഒരു ടോമിയം സൂപ്പ് ഉണ്ടെങ്കിൽ അതും ഭയങ്കര രസമായിരിക്കും അതിൻ്റെ കൂടെ.